കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അജ്മലിനെ മാത്രമാണ് കാണുന്നത്. ശ്രീകുട്ടി കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല ആര്യ, ശ്രീകുട്ടിയെ ഈ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നില്ല. അജ്മലിനെ മാത്രമാണ് കൊണ്ടുവന്നത്. ശ്രീകുട്ടിയെ കൊണ്ടുവരാൻ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് സംഘർഷവാദി കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു അജ്മലിനെ മാത്രം കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഞാനിപ്പോൾ അനൂർക്കാവിലാണുള്ളത്. അതായത് അപകടം നടന്ന സ്ഥലത്താണ് ഉള്ളത്. ആ സ്ഥലത്ത് എത്തിച്ച് അയാളെ തെളിവെടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം 2 തവണ പോലീസ് നടത്തി. പക്ഷേ 2 തവണയും ആ ശ്രമം വിജയിച്ചില്ല, വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. അത്രയും വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. ഈ പ്രദേശത്ത് ഈ സംഭവം ഉണ്ടായ സമയത്ത് ദൃക്സാക്ഷിയായിട്ടുള്ള കടയുടെ ഉടമയാണ്. നിങ്ങളുടെ കടയിൽ നിന്നാണ് എന്താ പോയത്? പ്രതിയെ ഇറക്കിയില്ലല്ലോ, ഇവിടെ ഇറക്കാൻ പറ്റാത്ത സാഹചര്യം കണ്ടവരെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. അന്നെന്താ സംഭവിച്ചത്? അന്ന് പായസത്തിന്റെ സാധനം വാങ്ങിക്കാൻ വന്നായിരുന്നു. നമ്മുടെ കടയിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് സാധനം എല്ലാം വാങ്ങിച്ച് ഞാനായിരുന്നു കൊടുത്തത്. അപ്പം ആ വഴി കൂടെ ഇറങ്ങുമായിരുന്നു ഞാൻ. അന്നേരം ഇവിടെ സാധനത്തിന് ആൾ വന്നുകൊണ്ട് ഇങ്ങോട്ടിഞ്ഞ് വന്നു. ഇവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു സൗണ്ട് കേൾക്കുന്ന കണ്ടുകൊണ്ട് തിരിഞ്ഞ് നോക്കിയപ്പം റോങ് സൈഡിൽ നിന്ന് ഒരു കാറ് വന്ന് അവരെ ഇടിച്ചിടുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് അനിയത്തി വീണു. മുകളിലൂടെ വണ്ടി പറന്നപ്പുറത്ത് പോയി, അവരുടെ സ്കൂട്ടർ. മുകളിലൂടെ താഴെ ടയറിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നിലവിളിച്ചിട്ട് അടിയിൽ ആൾ കിടക്കുന്നുണ്ട്, വണ്ടി എടുക്കലേന്ന് ഉറക്കെ പറയുന്നുണ്ട്. ഇവിടെ കൂടി ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഇക്കാമാരും എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്, വണ്ടി എടുക്കല്ലേ, അടിയിൽ ആൾ. ഇറക്കാൻ സാധിച്ചില്ല. ഇത്രയും ജനങ്ങളെല്ലാം കൂടെ കൂടി നിൽക്കുന്നോണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആയിരുന്നല്ലേ? എന്നെ ഇവിടെ കൊണ്ടുവന്ന കാലം തൊട്ടേ നമ്മൾ കാണുന്നതാണ്. നമ്മളോട് നല്ല സ്നേഹവും സഹകരണവും എല്ലാം ഉള്ള ഇത്തയാണ്. അത് തന്നെയാണ് കാര്യം. എല്ലാവരോടും സ്നേഹത്തോടും വലിയ സന്തോഷത്തോടും കൂടി പ്രതികരിക്കുന്ന ഒരു ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയുടെ ജീവനാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈകാരികമായി ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ചുവാക്കളടക്കമുള്ള ആൾക്കാർ ഇവിടെ ഇറങ്ങി നിന്ന് കാര്യം പോലീസ് ജീപ്പ് പോയിട്ടുണ്ടെങ്കിൽ പോലും അവരെല്ലാം തന്നെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വലിയ പ്രായമുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ ഇറങ്ങി നിന്ന് ആ ഒരു പ്രതിഷേധമാണ്, അവരുടെ മനസ്സിലുണ്ടായ ഒരു വിഷമത്തിൻ്റെ ഭാഗമായുള്ള ഒരു പ്രതിഷേധമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2 തവണയാണ് ഇവിടെയൊക്കെ ഈ പ്രതി അജ്മലിനെ എത്തിച്ച് ഇറക്കി തെളിവെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ആ 2 ശ്രമങ്ങളും പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥയാണ്. സ്ത്രീകളടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി അജ്മലിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നുള്ള ഒരു ആവശ്യം പറയുകയാണ്. കാര്യം ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം എന്നുള്ള വൈകാരികമായിട്ടുള്ള പ്രതികരണം, ഞങ്ങൾ അജ്മലിനെ കൈകാര്യം ചെയ്തോളാം എന്നുള്ള വൈകാരികമായിട്ടുള്ള പ്രതികരണമൊക്കെ തന്നെയായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് വന്നത്. ഇപ്പോഴും നിലവിൽ ഒട്ടേറെ ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുകയാണ്. കാര്യം ആ സ്ത്രീയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ കോടതിയിലേക്ക് ഈ പ്രതിയെ എത്തിച്ച സമയത്ത് അവരുടെ ബന്ധുക്കളായിട്ടുള്ള 2 പേർ കോടതി വളപ്പിലേക്ക് എത്തിയിരുന്നു. അവർ പറയുന്നത്, നീ ഒന്ന് മുഖത്തെ മാസ്ക് ഒന്ന് മാറ്റി, ഒരു സ്ത്രീയെ കൊന്ന ആളല്ലേ, അതുകൊണ്ട് നീ ആ മുഖത്തെ മാസ്ക് ഒന്ന് മാറ്റി, ബാക്കി നിന്നെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്നൊക്കെ അജ്മലിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 മണിയോടുകൂടിയാണ് അജ്മലിനെ തെളിവെടുപ്പിനായി ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. ആദ്യം കൊണ്ടുപോയത് ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ആണ് ഞാനിപ്പോൾ നിൽക്കുന്ന ആനൂർക്കാവിലേക്ക് എത്തിച്ചത്. പക്ഷേ ജനങ്ങൾ, ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ആ വ്യക്തി അജ്മലിനെ പുറത്തേക്ക് ഇറക്കാൻ തയ്യാറായില്ല. അയാളെ ഇറക്കിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഇവിടുത്തെ ആൾക്കാർ ആ വ്യക്തിയെ കയ്യേറ്റം ചെയ്യാനുള്ള സാധ്യത വളരെ ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് ഇറക്കാതെ ഇരുന്നത്. അതിനുശേഷം ഇയാൾക്ക് കാറ് റെൻറ്റിന് നൽകിയെന്ന് പറയുന്നത്, വാടകയ്ക്ക് നൽകിയെന്ന് പറയപ്പെടുന്ന ആ വീട്ടിലേക്ക് എത്തിച്ച് ശോഭ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള കാറാണ് അയാൾ ഉപയോഗിച്ചിരുന്ന. അപകടത്തിൽപ്പെട്ട സമയത്ത് ശോഭ എന്ന് പറയുന്ന വ്യക്തിയുടെ കാറാണ് ഉപയോഗിച്ചിരുന്നത്. ആ കാറ് തങ്ങൾ നൽകിയതല്ല, തൻ്റെ മകനും മരുമകനും മാത്രമാണ് ആ കാർ ഉപയോഗിച്ചത്. തിരുവോണ ദിവസം ശ്രീകുട്ടിയും അതുപോലെ തന്നെ അശ്വനും തങ്ങളുടെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം കാറ് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഈ ശോഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് ഇവർ താമസിച്ച ആ ഹോട്ടലിലേക്ക്, കരുനാഗപ്പള്ളിയിലെ ഒരു ഹോട്ടലിലാണ് ഇവർ താമസിച്ചത്. ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് അവർ താമസിച്ചത്. 1-ാം തീയതിയും 9-ാം തീയതിയും 14-ാം തീയതിയും അവർ അവിടെ റൂമെടുത്തിട്ടുണ്ട് എന്നുള്ള, മുറിയെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ആ ഹോട്ടലിൽ നിന്ന്
മദ്യക്കുപ്പികളും അതുപോലെ തന്നെ രാസലഹരിയായിട്ടുള്ള MDMA ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഒരു ട്യൂബും അടക്കം പോലീസിന് ലഭിച്ചിരുന്നു. അവയൊക്കെ തന്നെ രാസപരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ആ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. അതിനുശേഷമാണ് വീണ്ടും ഈ ആനൂർക്കാവിലെത്തിച്ച് തെളിവെടുക്കാമെന്നുള്ള ഒരു നീക്കം പോലീസ് നടത്തിയത്. പക്ഷേ ആ നീക്കം പരാജയപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കാര്യം അത്രത്തോളം വൈകാരികമായി പ്രതികരിക്കുന്ന കുറേ സ്ത്രീകളും ഇവിടുത്തെ നാട്ടുകാരുമൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ നീക്കം ഉപേക്ഷിച്ച് പോലീസ് ഇപ്പോൾ പ്രതിയുമായി ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വൈകാരികമായാണ് അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള നാട്ടുകാർ. ഞാൻ പറഞ്ഞതുപോലെ കാറ് കയറ്റിക്കൊന്ന കേസിലെ പ്രതികളെ തെളിവെടുപ്പിന് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പോലീസ്. പക്ഷേ പോലീസ് പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. കാരണം ആ രീതിയിൽ നാട്ടുകാർ അതിവൈകാരികമായി അവരുടെ രോഷം, അവരുടെ ആ ദേഷ്യം, അവരുടെ അമർഷം, സങ്കടമൊക്കെ പ്രകടിപ്പിക്കുന്നത് കണ്ടു. വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് അവിടെ നിന്ന് ആ പോലീസ് ജീപ്പ് പോലും മാറ്റാൻ പോലീസിന് കഴിഞ്ഞത്.